എന്തെങ്കിലും ഒന്ന് പറയണ്ടേക്കൂ. എന്തെങ്കിലും പറയാനല്ല, വളരെ ഗൗരവമുള്ളൊരു കാര്യം നിന്നോട് പറയാനാണ് വരാൻ പറഞ്ഞത്. അതിപ്പോൾ നിന്നോട് പറയണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിന്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ഓക്കെ? ശരി. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുത്തനല്ലേ മിനിസ്റ്ററോട് രൂപസാദൃശ്യമുള്ള ഒരാൾ? അതെ. അത് തന്നെ ഒരു മിറാക്കിളാണ്. ഒരാളോട് ഇത്രയും മാച്ചിങ് ആയ മറ്റൊരാൾ. ഇന്നലെ മിനിസ്റ്ററുടെ വീട്ടിലും വന്നു അതുപോലൊരുത്തൻ. എന്ത് വിഡിത്തമായിക്കൂ ഈ പറയുന്നത്? ആര് കേട്ടാലും ഇതൊരു വിഡ്ഢിതമാണെന്നേ പറയൂ. പക്ഷെ ഐ ആം ഷുവർ മിനിസ്റ്ററെ പോലെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അയാളുടെ ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നും വ്യക്തമല്ല, പക്ഷെ അത് സത്യമാണെങ്കിൽ ഒന്ന് വ്യക്തമാണ്. ഒരു ചെറിയ തലച്ചോറോ ചെറിയ കാര്യമോ അല്ല ഇതിൻ്റെ പിന്നിൽ. എനിവേ, നാളെ മോർണിംഗ് ഫ്ലൈറ്റ് ഞാൻ ബോംബെക്ക് പോവും. ആൻഡ് ദ നെക്സ്റ്റ് ഈവനിങ് ഐ വിൽ ബി ബാക്ക് ടു ദ സിറ്റി. 98 ബാച്ചിലെ ഒരു രമൺ നായിക്കിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അലഹബാദിൽ 2 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് മൈ പ്രൊബേഷൻ. എൻ്റെ ഒരു ബോസ് ആയിരുന്നില്ല അദ്ദേഹം. ഹി വാസ് മോർ ദാൻ എ ഫ്രണ്ട് ടു മീ. ഒരു വല്ലാത്ത ജീനിയസാ. വ്യത്യസ്ത മേഖലകളാണ് പുള്ളിക്ക് താല്പര്യം. കുറച്ച് നാൾ മുമ്പ് ട്വിൻസിനെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹം ഒരു തീസിസ് തയ്യാറാക്കിയിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അതാണ് എൻ്റെ ഈ ചെറിയ യാത്രയുടെ ഉദ്ദേശം. ഒപ്പം മുംബൈ പോലീസ് ആസ്ഥാനത്ത് ഒരു അൺഒഫീഷ്യൽ വിസിറ്റ്. ഇതിനൊക്കെ മുകളിലുള്ളവരുടെ പെർമിഷൻ കാത്തുന്ന ഒരുപാട് സമയമെടുക്കും. ഞാനിതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാന്ന് മനസ്സിലായി? പെട്ടെന്നൊരു ദിവസം ഞാൻ മിസ്സിംഗ് ആവുമ്പോൾ നീ TV ക്യാമറ മുമ്പിൽ കയറി നിന്ന് നാട്ടുകാരോട് വായി തോന്നിയൊക്കെ വിളിച്ച് പറയാതിരിക്കാനാ. ഓക്കെ? സോ കീപ് ഓൾ ദിസ് ആസ് സീക്രട്ട്. ഓക്കെ, കം. കണ്ട തല കറങ്ങി വീഴുന്ന ഒരു അനുജനുണ്ടായിരുന്നു എനിക്ക്. പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന അച്ഛനും അമ്മയ്ക്കും തലയിൽ കഞ്ഞിവെള്ള പാത്രം ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്റെ വിരൽത്തുമ്പ് പിടിച്ച് അവനുണ്ടാവുമായിരുന്നു കൂടെ. അപ്പാവും അമ്മാവും മരിച്ചപ്പോൾ അവനെ വളർത്താൻ ഓട മുതൽ സെപ്റ്റിക് ടാങ്ക് വരെ കഴിവിട്ടുണ്ട് ആ അനുജന്റെ ചേട്ടൻ. ആ അനുജന്റെ പേര് ബാലസുബ്രഹ്മണ്യം, ഏട്ടൻ ശിവസുബ്രഹ്മണ്യം. അറിയുമോ? ചേട്ടാ. ചേട്ടനോ? ഞാൻ നിനക്ക് ചേട്ടൻ മാത്രമാണോ? 12 വയസ്സ് മുതൽ ഞാൻ നിനക്ക് അപ്പ മാതിരി കൂടെ തരുന്നതില്ലേ? പറയൂ, എന്ത് നേടാനാ നീ? നിരപരാധികളായ മനുഷ്യരെ കൊല ചെയ്തിട്ട് നാട്ടിൽ രക്തമൊഴുക്കി ചരിത്രത്തിൽ ആര് എപ്പോ എന്ത് എന്ത് നേടിയിരിക്കുന്നടാ? എങ്കിലും തടാ എപ്പോഴാ ഇന്ന മാതിരി ടെറസ് ഗ്രൂപ്പില്? ചേട്ടാ, ഞാൻ ഓക്കെ, മനസ്സ് വേദനപ്പെടുത്തലേ. പക്ഷേ ഒന്നെനിക്കിപ്പോൾ അറിയണം, ഇത്രയും കാലം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഒഴുക്കിയ വേർവത്തുള്ളിയുടെയും പണത്തിന്റെ കണക്ക് നീ അറിയണ്ട. നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ അവസാന ശ്രമത്തിലാണ് ഞാനിപ്പോ. ടെൽമി, വെളിയിൽ വന്ന നീ വീണ്ടും നോക്ക്. ഇവക്ക് നിന്നെ പഴയ സുബ്രഹ്മണ്യം കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ഇവളുടെ കഴുത്തില് നിനക്ക് കിട്ടാനുള്ള താലി വരെ ഞാൻ പണിഞ്ഞു വെച്ചിരിക്കുക. പറയടാ, ഒരിക്കലും നീ പഴയ വഴിയിൽ പോകില്ലെന്ന് എനിക്ക് കേൾക്കണം. ഇവക്കും കേൾക്കണോ അത്? പറയടാ. കാതറിൻ. സാർ, സമയമായി.
മിസ്റ്റർ ചാർലി, എൻ്റെ ഭാഗത്തുനിന്നുള്ള ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ബട്ട് ഒരു ഫൂളിഷ് അറ്റംപ്റ്റ് ആണ് ചാൾസ് കാണിച്ചത്. തട്ടേക്കാട് കോളനി പ്രശ്നത്തിൽ അവൻ ഡമ്മി കളിച്ചപ്പോൾ ഞാൻ കരുതിയത് മണിക്കൂറുകൾക്കുള്ളിൽ അവൻ കാര്യം സാധിക്കുമെന്ന. അവസാനം പോയി പെട്ടു. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ തെളിവുകളൊന്നും. മിസ്റ്റർ മിനിസ്റ്റർ, ചാൾസിനെ നിങ്ങൾക്കറിയോ? 35 വർഷം ദാ ഇവിടെ തൊടുവിടം ചേർന്ന് നടന്നവരെ ഞങ്ങൾ. അവനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ. ഇല്ല. പക്ഷെ നീ ഒന്നോർക്കണം, മിനിറ്റുകൾക്ക് വിലയുള്ള, തന്റെ ചൂണ്ടുവിരൽ ലോകത്തിന്റെ അച്ചുതണ്ടായി കാണാൻ കരുത്തുള്ള ശതകോടീശ്വരൻ, സങ്കല്പിക്കാൻ പോലും ആകാത്ത ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലതൊട്ടപ്പൻ. അയാളാ സ്വന്തം അനുജന് വേണ്ടി എന്നെയും നിന്നെയും വിശ്വസിച്ച് ഇവിടെ ഒരു കള്ളനെ പോലെ കഴിയുന്നത്. വലിയ കൗശലക്കാരനാണ് ചാൾസ് എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അത് വെച്ച് നീ തന്നെയല്ലേ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്? നീ തന്നെയല്ലേ അവനെ അയച്ചത്? നീ തന്നെയല്ലേ അവനെ? അതെ, ഏറ്റെടുത്ത കാര്യങ്ങളൊന്നും പിഴയ്ക്കാത്ത ഞാൻ തന്നെയാ. അഥവാ പിഴച്ചാൽ ആ സ്പോട്ടിൽ സ്വന്തം ജീവൻ കളഞ്ഞിരിക്കും. പക്ഷെ അതിനുള്ള അവസരം അവന് കിട്ടിയില്ല. ഞാനിപ്പോൾ പറയുന്നു, ഞങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് ഞങ്ങളുടെ വാക്ക്. 4 ദിവസത്തേക്ക്. ഇതുപോലൊരു വാക്കും പറഞ്ഞ് ഇതിനേക്കാൾ വലിയ കോൺഫിഡൻസോട് കൂടിയായിരുന്നു നിന്റെ ബ്രദർ ചാൾസ് എന്ന സിംഗപ്പൂരിൽ നിന്നും പറഞ്ഞത്. അയാളിപ്പോ മരിക്കാൻ പോലും പരസഹായം കാത്ത് ഹോസ്പിറ്റലിൽ കഴിയാ. മാഡം പ്ലീസ്. എന്താ സത്യമല്ലേ? കരീബിയൻ ബ്രദേഴ്സിന്റെ കരുത്ത് കാണിക്കേണ്ടത് വാക്കിലല്ല, പ്രവൃത്തിയിൽ വേണം. കാതറിൻ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് വിശ്വാസമില്ലാന്ന്. ആശിച്ചതൊക്കെ വെറുതെയായി. ലുക്ക് മിസ്റ്റർ ചാർലി, വാട്ട് ഈസ് ഓൾ ദിസ്? 4 ദിവസമാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ളിൽ ഹോം മിനിസ്റ്റർ മേശപ്പുറത്തിരിക്കുന്ന റിപ്പോർട്ടിൽ മിനിസ്റ്ററുടെ സൈൻ പതിഞ്ഞിരിക്കും. അത് വിജയിച്ചാൽ കിട്ടുന്ന പണം മാത്രം മോഹിച്ചിട്ടല്ല. കാതറിൻ, എത്ര നേരമായിട്ടാ ഇങ്ങനെ നിൽക്കുന്നത്? വാ, നമുക്ക് പോകാം. അവന്റെ അവസ്ഥ കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരം. എന്റെ ബാലയെ ഈ രൂപത്തിൽ കാണണ്ടായിരുന്നു. ഞാൻ വരണ്ടായിരുന്നു. എനിക്കറിയാം. ഉൻ മനസ്സിലെവളോ കഷ്ടം നിനക്ക് പുരിയത്. 6 വർഷം കാത്തിരുന്നിട്ടു. നമുക്കിപ്പോ ചാർലിയെ നമ്പിനാത്താൻ കഴിയും. അത് തവറ വേറെ വഴിയേയില്ല. വിശ്വസിക്കാം, പക്ഷേ ആശ്വസിപ്പിക്കാൻ പറയല്ല. ഉന്നി അവനെയും ഞാൻ കണ്ടിപ്പാ സേത്തുവപ്പേ. എന്നെ നമ്പ. വാ പോല. കമോൺ. കരീബിയൻ ബ്രദേഴ്സ്. അതാണ് സർ അവരുടെ നിക് നെയിം. താനിത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാൽ ഞാനിത് പൂർണ്ണമായും അവിശ്വസിക്കുന്നില്ല സർ. മഹാരാഷ്ട്ര പോലീസിന്റെ ഈ റിപ്പോർട്ടിൽ ഇവർക്കെതിരെ തെളിവുകളൊന്നും ഇല്ല മിസ്റ്റർ ഇക്ബാൽ. അങ്ങനെ തെളിവുകൾ ഉണ്ടാവാൻ അവരിതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല സർ. അതുകൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട ഒരു കേസുകളിലും ഇവർ പ്രതികളുമല്ല. 55-60 കാലഘട്ടങ്ങളിലെങ്ങോ ഇത്തരത്തിലൊരു കരീബിയൻസ് ഗാങ്ങിനെ കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. ആ ഗാങ് ഇപ്പോഴുള്ളതായി മഹാരാഷ്ട്ര പോലീസിന്റെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ്? സർ, ആ റിപ്പോർട്ട് മുഴുവൻ നോക്കിയില്ല. ദെൻ വാട്ട് എൽസ്? ബോംബെയുടെ ഔട്ട്സ്കട്ട്സായ വാസായി ഗാവിൽ നിന്നും ബോട്ടിൽ പട്ടണത്തിലെത്തി കൊള്ളയും ക്രിമിനലിസവും നടത്തി മുങ്ങിയിരുന്ന ഒരു സംഘം കറുത്ത ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരാണ് ഒരു കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന കരീബിയൻ ഗാങ്. ഈ ഗാങ്ങും അവരും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. കൊല്ലത്തിനടുത്ത് തങ്കശ്ശേരിയിലെ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു കപ്പൽ ജീവനക്കാരനായിരുന്നു ഇവരുടെ അച്ഛൻ. ബോംബെയിലെ ഈ ഗാങ്ങുമായി നടന്നൊരു ഏറ്റുമുട്ടൽപ്പെട്ട് അയാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ. അവരോട് പ്രതികാരം ചെയ്യാൻ വളർന്നപ്പോൾ അതേ പേരിൽ ഇവർ ഇറങ്ങിത്തിരിച്ചെന്നാണോ താൻ പറയുന്നത്? നോ സർ, അങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി അല്ല ഇവരുടേത്. ഇവർക്ക് 10-12 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവരുടെ അമ്മ ലിവർ സിറോസിസ് വന്ന് മരിച്ചു. അതിനുശേഷം 6 മാസം കരയിലും 6 മാസം കടലിലും ജീവിക്കുന്ന കപ്പൽ ജീവനക്കാരുടെ ക്യാമ്പായ സീമൻ ഹോസ്റ്റലിലെ തൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഇവരെ എടുത്ത് വളർത്തി. ഷാർപ്പ് ആൻഡ് ക്രൂക്കറ്റ് മൈൻഡഡായ അവരോടൊപ്പമുള്ള ജീവിതമാണ് ഇവരെ എന്തിനും പോന്നവരാക്കിയത്. ഏതോ ഒരു കാലഘട്ടത്തിൽ ഇവർ ബോംബെയിൽ നിന്നും അബ്സ്കോണ്ടിങ് ആയി. പിന്നീട് ഇവരുടെ താവളം മലേഷ്യയായിരുന്നു. കുറച്ചുകൂടെ വളക്കൂറുള്ള മണ്ണ്. യെസ്, എല്ലാത്തരം കളികൾക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം കരീബിയൻ ബ്രദേഴ്സ്. ആരുടെ പഞ്ചേന്ദ്രിയങ്ങളെയും വെട്ടിച്ച് എളുപ്പത്തിൽ അപ്രത്യക്ഷരാകാൻ കഴിവുള്ള ക്രിമിനൽ ട്വിൻസ്. ഇറ്റ്സ് ടെറിബിളി സർപ്രൈസിംഗ്. ബേസിക്കലി ചാൾസിനേക്കാൾ അപകടകാരിയും ക്രൂക്കഡുമാണ് ചാർലി. ദേ ആർ വെരി ക്ലോസ്ലി അറ്റാച്ച്ഡ്. അധികം പിരിഞ്ഞിരിക്കാൻ ഇവർക്കാവില്ല. ഏതൊരു ഓപ്പറേഷനിലും ഇവർ ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ടാണ് മിനിസ്റ്ററുടെ വീട്ടിൽ രണ്ടാമതൊരാൾ അതേ ഗെറ്റപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ചാർലി അല്ലാതെ മറ്റാരും ആവില്ലെന്ന് ഞാൻ സംശയിച്ചത്. ബട്ട് ദെയർ മോട്ടീവ്? ഒന്നുകിലൊരു പൊളിറ്റിക്കൽ അസാസിനേഷൻ,
അതല്ലെങ്കിൽ ഈ നാടിന് നടക്കുന്ന മറ്റെന്തെങ്കിലും ഓപ്പറേഷൻ. അതായിരിക്കണം അവരുടെ ലക്ഷ്യം. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. എങ്കിലും ഒരു നിമിഷം പോലും ഇനി നീട്ടാനാവില്ല. ഈ രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവനെ ഉടനെ പിടിക്കണം. സർ, അത് നോ നോ നോ, ഇനി ഒരു വിശദീകരണവും കേട്ട് തല കുലുക്കാൻ എനിക്കാവില്ല. സർ പ്ലീസ്, ഓൺ വാട്ട് ചാർജസ് വി വിൽ അറസ്റ്റ് ദം? അവർക്കെതിരെ ഇവിടെ ആരും പരാതിപ്പെട്ടിട്ടില്ല. അവരുടെ പേരിൽ ഒരു ക്രൈമും ഇല്ല. സി വാട്ട് റബ്ബിഷ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ഇക്ബാൽ? സാക്ഷാൽ ഹോം മിനിസ്റ്ററായ ആൾമാറാട്ടം നടത്തിയത് ഒഫൻസ് അല്ലേ? അത് ഹോം മിനിസ്റ്റർ തന്നെ ആയിരുന്നു എന്ന് ഹോം മിനിസ്റ്റർ തന്നെ പബ്ലിക്കായിട്ട് സമ്മതിച്ചതല്ലേ? പിന്നെ വേണമെങ്കിൽ നാടിന്റെ മുക്കും മൂലയും ഞാൻ അരിച്ചു പെറുക്കാം, തോക്കുമായിട്ട് കടന്നു ചെല്ലാം. പക്ഷെ ജീവനോട് അവനെ പിടിക്കാനാവില്ല. അതിന് തെളിവാണ് ചാൾസ്. Then how can you reach? ഏത് സിംഹത്തെയും ജീവനോടെ പിടികൂടണമെങ്കിൽ കെണി ഒരുക്കുക തന്നെ വേണം. സോ ഗീവ് മി ടൈം. ആത്മഹത്യ ചെയ്യാൻ പോലും സമയം കൊടുക്കാതെ പൂട്ട് ഞാൻ അവനെയോ അവൻ്റെ കോക്സിനെയും, ഐ മീൻ അവൻ്റെ അമരക്കാരനെയും. മിസ്സി രാവിലെ 20 ലിറ്റർ 20 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാണല്ലോ, പിന്നെന്ത് പറ്റി? ഇത് വൈകുണ്ഠനാഥനല്ല, വഴി കിടക്കുന്ന അടിച്ചടിച്ച് എന്ത് ദൈവമേ. തള്ളാനും ആരുമില്ല. കൊച്ചിനെ കൊണ്ട് എങ്ങനെ തള്ളിക്കുന്നത്? നല്ല എക്സസൈസ്. ദൈവമേ, കൈ ചൂട്. വഴിയിൽ ഇങ്ങനെ കിടക്കാറുള്ളതല്ല കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാവേ. എന്താ വണ്ടിക്ക് പറ്റിയത്? അത് പിന്നെ അറിയാമെങ്കിൽ ഈ പണിക്ക് വരുമോ? ഓ, എനിക്ക് മഹാഗണി സമയത്തിന് നടാൻ പറ്റുമോ അങ്കിളെ? ഇതിങ്ങനെ ഒരു മഹാകെണിയായി പോകുന്ന ആര് കരുതി മോളെ? അയ്യോ, സമയം പോകുന്നു. സമയം പോയില്ല, ഇപ്പൊ റെഡിയാക്കാം. അച്ഛൻ വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് പോലെ മോളെ. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഗാഡി സ്റ്റോപ്പ് തുക. അങ്കിളെ, എന്റെ ചെടി. ചെടി ഇപ്പൊ എടുത്തു തരാം. സാറിനെ സോപ്പിട്ട് വേറെ എന്തെങ്കിലും പണി കിട്ടുമെന്ന് കൂടെ നോക്കാം. മോളെ സൂക്ഷിച്ച്. അച്ഛാ, ചെടി മുമ്പിൽ വെച്ചേക്കട്ടെ. പോകാം. നമുക്ക് ശ്വസിക്കാൻ പ്രാണവായു തരുന്നത് മരങ്ങളും വൃക്ഷലതാദികളുമാണ്. നാം ചവിട്ടിമെതിച്ചു പോകുന്ന പുൽച്ചെടികൾ പോലും ആ ധർമ്മം പാലിക്കുന്നു. എന്നിട്ടും രാജ്യദ്രോഹികളും കാട്ടുകള്ളന്മാരും അത് വെട്ടി നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രതിജ്ഞ എടുക്കാം. എന്റെ കൈകൊണ്ടൊരു മരം, ജീവന്റെ മരം, ജീവന്റെ തണൽ, ജീവന്റെ വെളിച്ചം. സാർ, ഒന്ന് കയറിട്ട് പോവാ സാർ. അല്ല, അത് പിന്നെ മോളെ കൊണ്ടുവിടാനാണെങ്കിലും ഇതുവഴി വന്നതല്ലേ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക. ഒന്ന് കയറിട്ട് പോവാൻ സാർ. വാ അച്ഛാ. തിരക്കാണെന്നറിയാം, എന്നാലും ആ കൈകൊണ്ടൊരു വൃക്ഷത്തൈ നട്ട് കുട്ടികൾക്കൊരു മാതൃക. ആയിക്കോട്ടെ. വരണേ സാർ. തീരെ പ്രതീക്ഷിക്കാതെയാണെങ്കിലും നല്ലൊരു അതിഥിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാകട്ടെ നമ്മുടെ സ്കൂളിലെ എന്റെ മരം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മോളെ ബാഗ്. ഇത് കണ്ട മാമനാ സ്കൂളിൽ പോകുന്നത്. നിക്ക് മോളെ. എന്താ ഇത്? ഭാഗ്യ രാവിലെ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് പണി മുടക്കി. ഭാഗ്യത്തിന് വിശ്വട്ടൻ അതുവഴി വന്നുകൊണ്ട് മോള് സമയത്തിന് സ്കൂളിലെത്തി. ഗംഗേ, കാപ്പിയൊന്നും വേണ്ട, പോട്ടെ. എല്ലാം ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് അങ്കിള് പറഞ്ഞിരിക്കുന്നേ. ഏതങ്കിള്? ഫോട്ടോ എടുത്ത അങ്കിള് തന്നെ. നന്നായിരിക്കണല്ലേ?
ഉം. ഈ ഫോട്ടോ നമുക്ക് ഷോക്കേസിൽ വെക്കാല്ലേ? ഉം. അച്ഛന്റെ കൂടെ അമ്മയ്ക്കും വരായിരുന്നില്ലേ മോളുടെ സ്കൂളില്? വന്നിട്ട് 1 മണിക്കൂറായി, എന്നിട്ട് മിണ്ടിയത് പോലും ഇല്ല മോളുടെ സ്കൂളിൽ പോയ കാര്യം. ഞാനൊരു വിഡ്ഢിയല്ല, എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് നീ. സർ ഞാൻ എന്ത് നോ, എനിക്കൊന്നും കേൾക്കണ്ട. നീ പറഞ്ഞതാണ് ഞാൻ വിശ്വസിച്ചത്. പറയ്, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല. ഞാൻ ഇവനെനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോ നീ എന്നെ തടഞ്ഞു. ഞാൻ സംശയിക്കുന്നു ഇപ്പൊ നിന്നെ പോലും. അല്ലെങ്കിൽ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഇവൻ എങ്ങനെ എത്തി സ്കൂൾ മുറ്റത്ത്? എന്റെ മോൾക്ക് പോലും സംശയം തോന്നാത്ത വിധത്തിൽ. സർ, എന്റെ രക്തമായാലും ശത്രുവായാലും എനിക്ക് കിട്ടണം അവനെ. അവന്റെ ചരിത്രവും ലക്ഷ്യവും അവന്റെ നാക്കിൽ നിന്ന് തന്നെ കേൾക്കണം. യെസ്, ദേ ഹാവ് എ ഹിസ്റ്ററി. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെയും അധോലോക പ്രഭുക്കന്മാരുടെയും ഇടംകൈയും വലങ്കൈയുമായ കരീബിയൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മലേഷ്യൻ ബേസ്ഡ് ട്വിൻസ് ആണിവർ. ഇല്ല, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്നെ പോലെ ഇത്ര കൃത്യമായിട്ട് 2 പേർ. അത് ബ്രഹ്മാവിനോട് തന്നെ ചോദിക്കണം. ഒരാളെ പോലെ മുടിയിഴയ്ക്ക് പോലും വ്യത്യാസമില്ലാതെ 7 പേരെങ്കിലും ഉണ്ടെന്നാണ് കണക്ക്. സദ്ദാം ഹുസൈന്റെ വാഹന വ്യൂഹത്തിൽ പലപ്പോഴും ആദ്യം വന്നിറങ്ങിയിരുന്നത് സദ്ദാം ആയിരുന്നില്ല. പിടിക്കപ്പെട്ടത് സദ്ദാം തന്നെയാണെന്ന് തീർച്ചപ്പെടുത്താൻ ലോക പോലീസിന് പോലും DNA ടെസ്റ്റ് വരെ നടത്തേണ്ടി വന്നു. ഇനി വേണോ എത്ര പേരുടെ കണക്കുകൾ? ഏതായാലും ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, ചാൾസിന്റെ മറുപകുതി ഇവിടെ തന്നെയുണ്ട്. ഇത്രയും ദൂരം അവൻ എത്താൻ കഴിഞ്ഞെങ്കിൽ, മന്ത്രിയുടെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ടും അത് വെച്ച് അവനൊരു വിലപേശൽ നടത്തിയില്ലെങ്കിൽ, അവന്റെ ലക്ഷ്യം മറ്റെന്തോ ആണ്. ഒന്ന് ഞാൻ ഉറപ്പു തരാം, കണ്ടുപിടിക്കും ഞാൻ അവനെയും. അവന്റെ പിന്നിൽ എത്ര വലിയ കോസ്മോക്രാറ്റിക് ബിഗ് ഷോട്ടിന്റെ തലച്ചോറുണ്ടെങ്കിൽ അതും. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന പേഷ്യന്റിന്? സോറി സർ, നോ ഹോപ്പ്. വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും. എനിക്ക് അയാളോടൊന്ന് സംസാരിക്കാമോ? ഓ ഷുവർ, പക്ഷെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കരുത്. വൈ? ഈ ജന്മത്തിലെ അയാളുടെ സംസാരമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഹീസ് ഇൻ കോമ സ്റ്റേജ്. മരണം വരെ ഇനി ആ നാവും ശരീരവും ചലിക്കില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ, യെസ്. ഈ ഡോക്ടർ ഏത് ഡോക്ടറാണ് ഫാദർ? അത് പിന്നെ ആക്സിഡന്റ് പെട്ട് പോലീസുകാർ ഒരു പേഷ്യന്റിന് ഇവിടെ. ഓ, ഡോക്ടർ സതീഷിന്റെ. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് പോയല്ലോ ഫാദർ. ഓ മൈ ജീസസ്. എന്താ ഫാദർ? ഏയ് ഒന്നുമില്ല. ആ രോഗി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു. അവൻ ആരായിരുന്നാലും ആത്മാവിന് വേണ്ടത് കിട്ടാതെ പോകുന്നത് ശരിയല്ല. അതിന്റെ പാപം ഞങ്ങൾക്കും കൂടിയല്ലേ. അവന് വേണ്ടി ഒരു പ്രാർത്ഥന. ഒരു കാര്യം ചെയ്തോളൂ, ഡ്യൂട്ടി ഡോക്ടറെ ഒന്ന് കണ്ടോളൂ. കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. എവിടെയാ ഡ്യൂട്ടി ഡോക്ടർ? ദേ അവിടെയാ. ഓ, എക്സ്ക്യൂസ് മീ. നമസ്കാരം അച്ഛൻ. ചാൾസ്, ചാൾസ്.
ഹലോ സർ, ഇക്ബാലെ പറ. ആ ചാൾസ് മരിച്ചു. സത്യമാണോ? അതൊരു മർഡറാണ് സർ. സംശയമില്ല, മറ്റാരുമല്ല, ആ ചാർലിയാണ് അതിന്റെ പിന്നിൽ.